അങ്ങനെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഡൽഹിയിലെത്താൻ കുറേ വൈകിട്ടാ. നമ്മൾ ട്രെയിൻ 2.5 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടായി. അതുകൊണ്ട് 3-4 മണിയായി നമ്മൾ വീട്ടിലെത്തുമ്പോൾ. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴുള്ള അവസ്ഥയാണ് ഗൈസ്. ഫുള്ള് പൊടിയടിച്ച് പണ്ടാരടങ്ങിയിട്ടാണുള്ളത്. പിന്നെ ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ പാത്രങ്ങളെല്ലാം എടുത്ത് കുറേ പാത്രങ്ങളെല്ലാം എടുത്ത് ഞാൻ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം വേണ്ട പാത്രങ്ങളെ നിരത്തിയിട്ടുണ്ടായിട്ടുള്ളൂ. എൻ്റെ വീട് കാണാൻ പറ്റുന്നുണ്ടായിട്ടില്ല, അത്രക്കും പൊടിയടിച്ച് കോലം കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇനി ഒന്ന് അടിച്ച് തുളച്ച് വൃത്തിയാക്കി കിടക്കലെപ്പാന്ന് ഒരു പിടുത്തുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ വൃത്തിയാക്കൽ യജ്ഞം തുടങ്ങി ഞാനും ഏട്ടനും. അപ്പോൾ നല്ല പൊടിയാണ് ഉണ്ടായിന്. അതുകൊണ്ട് ആദ്യം തന്നെ ഏട്ടൻ എന്നോട് പറഞ്ഞു ഞാനൊന്ന് 2 വട്ടം തുടച്ചതിന് ശേഷം നീ വന്ന് വൃത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ കാവേച്ചിൻ്റെ വീട്ടിൽ അത്ര സമയം നിന്നു. അപ്പോഴാണ് പുറത്തേക്കില്ല കാഴ്ച കണ്ടത്. തത്തമ്മേൻ്റെ കുറേ ഒച്ചപ്പാടും ബഹളമായിരുന്നു. അങ്ങനെ ഏട്ടൻ 2 പ്രാവശ്യം തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വീണ്ടും വന്ന് എന്നിട്ടും അടുക്കളയിൽ നിന്ന് ഒരു സ്ഥലത്തും എത്തിയിട്ടുണ്ടായില്ല ഗൈസ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു സിമൻറ്റ് പൊടി പോലത്തെ പൊടിയാണ് ഇവിടെ ഉണ്ടാവല്. അപ്പോൾ അതിങ്ങനെ ചവിട്ടും തോറും ചളി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അടിച്ചതൊരു 3-4 പ്രാവശ്യം അടിച്ചിട്ടും ആ പൊടി അങ്ങനെ തന്നെ ഉണ്ടായിനി. പിന്നെ പുറത്തെല്ലാം ഇങ്ങനെ ബാൽക്കണി ഉണ്ട്, അതെല്ലാം വെള്ളമൊഴിച്ച് ഞാൻ കഴുകി. കുറച്ച് പാത്രങ്ങൾ പുറത്ത് വെച്ച പാത്രമെല്ലാം ഉണ്ട്, അതെല്ലാം ഇനി കഴുകണം. അപ്പോൾ ഈ 2 കൊട്ട നിറച്ചും വേസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് ഗൈസ്. വേസ്റ്റ് വെച്ചാൽ ഈ പൊടികളും മറ്റെല്ലാം ആയിട്ടുള്ളതാണ്. ഇനി ഒരുപാടുണ്ട് അത്ര. അങ്ങനെ 2 റൗണ്ടും 3 റൗണ്ടും തുടച്ച് കഴിഞ്ഞു. എന്നിട്ട് എൻ്റെ വീട് ഇങ്ങനെ ആയില്ലു. പിന്നെ സോഫേൻ്റെ കവറും എല്ലാം അലക്കാനിട്ടിട്ടുണ്ട്. എല്ലാം അലക്കിയിട്ട് മാത്രമേ ഇനി ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കാരണം പൊടി കയറിയിട്ടുണ്ട് എല്ലാം ഇനിയും. അതുകൊണ്ട് അതിൻ്റെ കവറും എല്ലാം ഇനി വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഈ മുട്ട ട്രേ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇത് ഞാനില്ലാത്ത സമയത്തെല്ലാം ഏട്ടൻ മുട്ട വാങ്ങിയിട്ട് വെച്ചതിൻ്റെ ട്രേ ആണ്, ഒരുപാടുണ്ട്. ഇതെല്ലാം ഇനി നാളെ വേസ്റ്റ് ആർക്ക് കൊടുക്കണം. അങ്ങനെ ഞാൻ അവസാനം എൻ്റെ വീട് വൃത്തിയാക്കി ഗൈസ്. അങ്ങനെ കോലം കെട്ട് കിടന്ന എൻ്റെ വീട് ഞാൻ ഇങ്ങനെ ആക്കി എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഗൈസ്. ഞാനൊരു 10 പ്രാവശ്യം തുടച്ചിട്ടുണ്ടാവും മിനിമം. എൻ്റെ കിച്ചണിൽ ഞാൻ എൻ്റെ പഴയ കിച്ചൺ പോലെ ആക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുക്കാഭാഗത്തോളം റെഡി ആയിട്ടുണ്ട്, എന്നാലും ഇന്നും ബാക്കിയുണ്ട്. ഇനിയുള്ളതെല്ലാം മെല്ലെ ആക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ ചാനൽ ഇത്രയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.